ദാവീദിന് ആരാധനയുണ്ടാകുന്നത്, ദാവീദിനെ സ്തുതിക്കാനായിട്ട് തോന്നുന്നത്, ദൈവസന്നിധിയിലേക്ക് ഭക്തിയോടെ കടന്നു ചെല്ലാനായിട്ട് തോന്നുന്നത് മറ്റൊന്നും ഓർക്കുമ്പോഴല്ല, എന്നോട് കർത്താവ് കാണിച്ച കൃപ, പ്രൈസ് ലോർഡ്, ദൈവത്തിൻ്റെ ആ കൃപയുടെ ധാരാളമായ അനുഭവം, പ്രൈസ് ലോർഡ്, അതോർക്കുമ്പോഴാണ് ദൈവത്തെ ആരാധിക്കാൻ തോന്നുന്നത്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ആമേൻ, നമ്മുടെ ആരാധനയുടെ ആ പ്രചോദനം, അതിൻ്റെ ഇൻസ്പിരേഷൻ എന്താണ്? പ്രൈസ് ലോർഡ്, സ്തുതിക്കാനുള്ള ഇൻസ്പിരേഷൻ എന്താണ്? പ്രൈസ് ലോർഡ്, നമ്മുടെ എന്തെങ്കിലും നല്ല പ്രവൃത്തിയല്ല, നാം എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളല്ല. ഇന്ന് പകൽ ഓർക്കും തോറും ഹൃദയത്തിലും നാവിലും സ്തുതി തിറയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. പ്രൈസ് ലോർഡ്, ദൈവത്തിൻ്റെ കൃപയുടെ ബഹുത്വം കൊണ്ടും അതുമാത്രമേ നമുക്കിവിടെ പ്രശംസിക്കാനായിട്ടുള്ളൂ. പ്രൈസ് ലോർഡ്, ഈ പഴയ നിയമത്തിൽ കൃപയുടെ ബഹുത്വമെന്നൊക്കെ ദാവീദ് പറയുമ്പോഴും നമുക്കറിയാം, പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ദാവീദ് ജീവിച്ചിരുന്ന ന്യായപ്രമാണ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കൃപയൊന്നും അത്രയധികമൊന്നും അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അത്രയൊന്നും ഭേദ്യമായ ഒരു കാലഘട്ടത്തിലല്ല ദാവീദൊന്നും ജീവിച്ചിരുന്നത്. ന്യായപ്രമാണത്തിൻ്റെ യുഗത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. ഈ പറയുന്ന ദാവീദിന് പോലും എന്തായിരുന്നു, അതിവിശുദ്ധ സ്ഥലത്ത് വരെ ചെന്ന് ദൈവത്തിൻ്റെ മഹത്വം കണ്ട് ദൈവത്തെ സ്തുതിക്കാനൊന്നും കഴിയുമായിരുന്നില്ല. പ്രൈസ് ലോർഡ്. എന്നാൽ പുതിയ നിയമത്തിലാണ് എന്ത് ചെയ്തത്? ദൈവത്തിൻ്റെ കൃപ അതിൻ്റെ ഉള്ള ശക്തിയോടെ വെളിപ്പെട്ടു വന്നത്. പ്രൈസ് ലോർഡ്. അപ്പോൾ പഴയ നിയമ ഭക്തനായ ദാവീദ് താൻ അനുഭവിച്ച ആ ലിമിറ്റഡായിട്ടുള്ള ആ കൃപയുടെ മഹത്വത്തെ കണ്ടുകൊണ്ട് അങ്ങനെ സ്തുതിക്കുമെങ്കിൽ, പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ കൃപയുടെ ധനം പ്രാപിച്ച, അത്യന്ത ധനത്തെ പ്രാപിച്ച ദൈവത്തിൻ്റെ ജനം ദൈവസന്നിധിയിൽ എത്ര നന്ദിയുള്ളവരും ആരാധിക്കുന്നവരുമായിരിക്കണം. പ്രൈസ് ലോർഡ്. ഈ എഫെസ്യ ലേഖനം 1-ാം അധ്യായവും 2-ാം അധ്യായവും അല്ലെങ്കിൽ എഫെസ്യ ലേഖനം പ്രത്യേകിച്ചും മുഴുവനും വായിക്കുമ്പോൾ നമുക്ക് പൗലോസിൻ്റെ ഒരു വെപ്രാളം അവിടെ കാണാൻ കഴിയും. എന്താണെന്ന് 1-ാം അധ്യായത്തിലൊക്കെ പറയുന്നത്, അതിന് പല വാക്കുകൾ ഞാൻ എടുത്ത് വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പല കാര്യങ്ങൾ പറയുമ്പോൾ പൗലോസിൻ്റെ ഒരു വെപ്രാളം, അല്ലെങ്കിൽ തനിക്ക് എന്താ പറഞ്ഞ് മുഴുമിപ്പിക്കാൻ പറ്റാത്ത ഒരു നിസ്സഹായത. അതെന്തിനെക്കുറിച്ച് പറയുമ്പോഴാണെന്നറിയാമോ? ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് പറയുമ്പോഴാണ്. അതിനെന്ത് വാക്ക് ഉപയോഗിക്കണമെന്ന് പോലും തനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കൃപാദാനമെന്ന് പറയുന്നു, കൃപയുടെ അത്യന്ത ധനമെന്ന് പറയുന്നു, ദൈവ കൃപയെന്ന് പറയുന്നു, കൃപാധനമെന്ന് പറയുന്നു. ഇതുകൊണ്ടൊക്കെ പൗലോസ് പറയാൻ ശ്രമിക്കുന്നത് ആ ദൈവത്തിൻ്റെ കൃപയുടെ ആ മഹത്വത്തെ ഒന്ന് വെളിപ്പെടുത്താനാണ്. അതൊരിക്കലും ഒരു വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ അല്പസമയം ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളിവിടെ കണ്ടു, ലോകത്ത് എന്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്? അതിക്രമങ്ങളുടെ ഒരു ബഹുത്വം, അതിക്രമങ്ങളുടെ ധാരാളിത്തം ഈ ലോകത്തുണ്ട്. ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ പാപം അതിൻ്റെ എക്സ്ട്രീം അവസ്ഥയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഒരു ഭക്തൻ ഇവിടെ ജീവിക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം? അവൻ്റെ മേൽ കൃപയുടെ ബഹുത്വം വെളിപ്പെടണം. പ്രൈസ് ലോർഡ്. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക്, അല്ലെങ്കിൽ കൃപയുടെ ബഹുത്വം ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ പാപത്തിൻ്റെ ബഹുത്വമുള്ള ലോകത്ത് നിലനിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ. പ്രൈസ് ലോർഡ്. അപ്പോൾ ദൈവകൃപ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൃപയ്ക്കൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദൈവം അർഹിക്കാത്ത സ്ഥാനത്ത് നൽകുന്ന ദാനം. അത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. പക്ഷെങ്കിൽ അത്രയേ ഉള്ളൂ ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ. ദാനം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗിഫ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് നാം അത് മനസ്സിലാക്കുന്നത്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപ, ഞാൻ പറഞ്ഞതുപോലെ പൗലോസിനെന്ന മഹാൻ പോലും വാക്കുകൾ കൊണ്ട് അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയ ഒരു മഹത്തായ വിശേഷമാണ് എന്ത്? ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ കൃപ. കാരണം നാം മനസ്സിലാക്കുന്ന ഇതാണ്, പാപിയായ ഏതൊരു മനുഷ്യനും രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? കൃപയാൽ, വിശ്വാസം മൂലമാണ് നാം എല്ലാം രക്ഷിക്കപ്പെടുന്നതെന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കാണാൻ. അപ്പോൾ നമ്മുടെ രക്ഷ വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെ മേലാണ്? ദൈവത്തിൻ്റെ കൃപയുടെ മേലാണ് വർക്ക് ചെയ്യുന്നത്. കൃപയുടെ തിരുകാല അനുഭവങ്ങളെക്കുറിച്ചൊക്കെ മുമ്പ് ചിന്തിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് തിരുകാല അനുഭവങ്ങൾ? നാം എങ്ങനെ കൃപയാൽ രക്ഷിക്കപ്പെട്ടു? നമുക്ക് ആ വാക്യങ്ങൾ അറിയാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം വേഗത്തിലൊന്ന് വായിച്ചു. 8-ാം വാക്യം. എൻ്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. മതി. ഇവിടെ കൃപയുടെ 2 അനുഭവങ്ങളെ കാണിക്കുന്നുണ്ട്. ഒന്ന് പാസ്റ്റും ഒന്ന് ഫ്യൂച്ചറുമാണ്. പാസ്റ്റ് എന്താണ്? കൃപയാലല്ലോ നാം വിശ്വാസം മൂലം
രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു രക്ഷിക്കപ്പെട്ട അനുഭവത്തോടുള്ള വിശ്വാസികളെല്ലാം ഒന്ന് കരമൂർത്തി ദൈവത്തെ സ്തുതിച്ചേ. പ്രൈസ് ലോർഡ്. ഒരിക്കൽ പാപത്തിൻ്റെ ബഹുത്വത്തിൽ, ഇവിടെ ഈ സങ്കീർത്തന ഭാഗത്ത് പറയുന്നത് അതാണ്, അകൃത്യത്തിൻ്റെ ബഹുത്വത്തെ നോക്കുമ്പോൾ ദാവീദിനുള്ളിൽ ആരാധന വരികയാണ്. കാരണം എന്താണ്? ഞാനും അതുപോലെ അകൃത്യത്തിൽ പെട്ടുപോകേണ്ടവരായിരുന്നു. നമ്മളാരും ശ്രേഷ്ഠരായതുകൊണ്ടല്ല, പക്ഷേ ഒരു കൃപ എൻ്റെ മേൽ വെളിപ്പെട്ടതുകൊണ്ട് ആമേൻ, അത് പാപത്തിൻ്റെ ബഹുത്വത്തിൽ ഞാൻ ഇന്ന് കടന്നു പോകാതെ ആമേൻ ദൈവസന്നിധി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നമ്മെ ആരാധിച്ചു. പ്രൈസ് ലോർഡ്. ഈ ചെന്നൈ ദേശത്ത്, ഈ പാടിയുടെ ദേശത്ത് നമ്മൾ ഈ 50 പേരോ 60 പേരോ മാത്രമല്ല ജീവിക്കുന്നത്, ആണോ? അല്ല. ആമേൻ. അനേകം മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യർ എന്ത് ചെയ്യുകയാണ്? ഇപ്പോഴും പാപത്തിൻ്റെ ബഹുത്വത്തിൽ, അകൃത്യത്തിൽ മുഴുകി, പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് അതിൽ രസിച്ച് അതിൻ്റെ അടിമകളായി പാപത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത് നീചമായ അവസ്ഥയിൽ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അനേക ആളുകളാണ് ഈ ലോകത്തുള്ളത്. പ്രൈസ് ലോർഡ്. ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിശേഷത ഉള്ളത് കൊണ്ടല്ല, ആ കൃപയുടെ ബഹുത്വം നമ്മുടെ മേൽ വന്നതുകൊണ്ടാണ് ഇന്ന് പകൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ഭക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിഞ്ഞത്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എന്താണ്? ഈ അകൃത്യമുള്ള ലോകത്ത് നിന്ന് പാപത്താൽ മുഴുകപ്പെട്ട മനുഷ്യനെ രക്ഷിച്ചെടുത്തത് എന്താണ്? ദൈവത്തിൻ്റെ കൃപയാണ്. അതാണ് നാം വായിച്ചത്. ആമേൻ. എങ്ങനെ? കൃപയാൽ വിശ്വാസം മൂലം നാം എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണിക്കും. അത് കൃപയുടെ ഭൂതകാല അനുഭവമാണ്. അതിൻ്റെ 6-ാം വാക്യത്തിൽ നാം കാണുന്നത് കൃപയുടെ ഫ്യൂച്ചർ ടെൻസാണ്. അപ്പോൾ നമുക്കൊരു ഒരു കാര്യം മനസ്സിലാകുന്നതാണ്, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് എന്ത് ചെയ്തു? ദൈവം ഒത്തിരി കൃപ ചെലവാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം തരുന്ന ഒരു നിസ്സാര ഗിഫ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല അവിടെ പറയുന്നത്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം കൊടുത്ത മുഴുവൻ വിലയെയും കൂട്ടിയാണ് എന്ത് പറയുന്നത്? കൃപ എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്. മുഴുവൻ വില, തൻ്റെ പുത്രൻ്റെ ജീവൻ ഉൾപ്പെടെ, പരിശുദ്ധാത്മാവ് ഉൾപ്പെടെ, അങ്ങനെ ദൈവത്തിന് രക്ഷയ്ക്ക് എന്ത് ചെയ്തു? വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മുടെ സൈഡിൽ നിന്ന് സിമ്പിളായിട്ടുള്ള കാര്യമായിരുന്നു അല്ലേ? ഒരു കൊച്ചു പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. കർത്താവേ, എൻ്റെ ജീവിതം ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു, ഇന്നു മുതൽ എൻ്റെ കർത്താവായി ഞാൻ നിന്നെ സ്വീകരിക്കുന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ തന്നെ പറഞ്ഞതോ മറ്റുള്ളവർ പറഞ്ഞു തന്നൊക്കെ ഒരു കൊച്ചു പ്രാർത്ഥനയായിരുന്നു നമ്മൾ രക്ഷിക്കപ്പെടാൻ എടുത്തു വെച്ച ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ദൈവത്തെ സംബന്ധിച്ച് അതൊരു നിസ്സാര കാര്യമല്ലായിരുന്നു. ദൈവത്തിന് അതിനകത്ത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, വലിയൊരു വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ വിലയെ മുഴുവൻ ചേർത്തുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവൻ്റെ കൃപയാൽ അവൻ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ ആ ഒരു വലിയ ചെലവ് അല്ലെങ്കിൽ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കൃപ തീർന്നു പോയെന്നാണോ പറഞ്ഞത്? അല്ല, ദൈവത്തിൻ്റെ കൃപ അവിടെ കൊണ്ട് തീർന്നു പോയെന്നല്ല നാം വായിക്കുന്നത്. 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് നമ്മെ സ്വർഗത്തിലിരുത്തുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ലോർഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനിയും നമ്മളെ വരും കാലങ്ങളിൽ കാണിക്കാൻ എന്തുണ്ട്? ദൈവത്തിൻ്റെ പക്കൽ ഒരു അത്യന്ത ധനം, കൃപയുടെ ധനം ശേഷിച്ചിട്ടുണ്ട്. നമ്മെ രക്ഷിച്ചപ്പോൾ കൃപയുടെ സ്റ്റോക്ക് ദൈവത്തിന് തീർന്നു പോയിട്ടില്ല. കൃപയിൽ ദരിദ്രനായൊരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്, കൃപയുടെ സമ്പന്നനായ ദൈവത്തെ, കൃപയുടെ ധനമുള്ളൊരു ദൈവത്തെ. അപ്പോൾ നമ്മൾ പാപിയായിരുന്ന നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ച് ദൈവകൃപയിൽ ദൈവസന്നിധിയിൽ നിർത്തിയിരിക്കുന്ന നമ്മെ രക്ഷിക്കാൻ വേണ്ടി അത്ര വലിയ കൃപ ചെലവാക്കിയ ദൈവം, പൗലോസ് പറയുകയാണ്, അതിലുപരിയായി കൃപയുടെ അത്യന്ത ധനത്തെ ഇനി നമ്മെ കാണിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതെപ്പോൾ കാണുമെന്നറിയാമോ? കാഹളം ധ്വനിക്കുമ്പോൾ, മരിച്ചവർ അക്ഷയര ഉയർക്കുമ്പോൾ, നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം വിട്ട് നാം യേശു ക്രിസ്തുവിനോട് സദൃശരായി തീർന്ന് തേജസ്സുള്ള ശരീരം പ്രാപിക്കുമ്പോൾ അന്നാണ് നാം കാണുന്നത്, കർത്താവേ, നിൻ്റെ പക്കൽ ഇത്ര വലിയ കൃപയുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, യേശു കർത്താവിൻ്റെ പൊന്മുഖം കാണുമ്പോൾ, പിതാവിൻ്റെ ഭവനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അന്നാണ് നാം മനസ്സിലാക്കുന്നത്, എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ദൈവകൃപ ഇത്ര വലുതായിരുന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. ഇന്നും അത് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അപ്പോൾ പഴയ നിയമഭക്തൻ പറയുന്നത് പോലെയോ, പഴയ നിയമഭക്തൻ അനുഭവിച്ചത് ഒരു കൃപയുടെ ബഹുത്വമല്ല, പുതിയ നിയമവിശ്വാസികളായ മണവാട്ടി സഭയിലെ അംഗങ്ങളായി നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് നാം ആ കൃപയെ അടുത്തു നിന്ന് കാണുന്നവരും അടുത്തു നിന്ന് അനുഭവിക്കുന്നവരുമാണ്. പ്രൈസ് ലോർഡ്. ആമേൻ. കൃപയുടെ വലിയൊരു ധനം ഇനി വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. അപ്പോൾ പാസ്റ്റുമായി ഫ്യൂച്ചറുമായി കൃപ തീർന്നു പോകുന്നില്ല. അപ്പോൾ പണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഇനി നമ്മുടെ രക്ഷയുടെ 3-ാം പടി അവിടെ നടക്കും. നമ്മുടെ തേജസ്കരണം നടക്കുമ്പോൾ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതെങ്ങനെയാണ്? നാം അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചാണെങ്കിൽ വേഗത്തിലൊന്ന് പറഞ്ഞു പോവുകയാണ്. റോമാലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. മതി. പൗലോസ് അവിടെ പറയുകയാണ്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. അപ്പോൾ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ ദൈവം എവിടെയാണ് നിർത്തിയിരിക്കുന്നത്?
ഈ കൃപയിലാണ് നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൃപ എന്ന് പറയുന്നത് എന്താണ്? ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്ന മുഴുവൻ പദ്ധതിയും കൂടെ ചേർത്താണ് എന്ത് പറയുന്നത്? കൃപ എന്ന് പറയുന്നത്. ഒരു ലളിതമായ ദൈവം തരുന്നൊരു ദാനമെന്ന രീതിയിൽ നമ്മളതിനെ നിസ്സാരവൽക്കരിച്ച് ചിന്തിക്കരുത്. പ്രൈസ് ലോർഡ്. ഇപ്പോൾ രക്ഷയുടെ മുമ്പിൽ ദൈവത്തിന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റും വലിയ ത്യാഗവും വലിയ ഒരു ധനം ദൈവം അതിനു വേണ്ടി ചിലവാക്കി. ഇനി നമ്മുടെ തേജസ്കരണത്തിന് വേണ്ടി അതിലും വലിയൊരു ധനം ദൈവം ചിലവാക്കാനിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പറയുകയാണ്, നമ്മെ രക്ഷിക്കപ്പെടുത്തിയിട്ട് ദൈവം നിർത്തിയിരിക്കുന്നത് എവിടെയാണ്? കൃപയിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കൃപയിലേക്ക് ചൂണ്ടി പൗലോസ് പറയുകയാണ്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം പ്രവേശനം തന്നിരിക്കുന്നു. അപ്പോൾ കൃപയിലേക്കാണ് നമ്മെ എന്ത് ചെയ്തത്? കൃപയാൽ രക്ഷിച്ച് ദൈവം നിർത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടി? ആ കൃപയാൽ തന്നെ നമ്മെ ആ രക്ഷ പൂർത്തീകരിച്ച് ക്രിസ്തുവിന് തുല്യരായി അല്ലെങ്കിൽ ക്രിസ്തുവിന് സദൃശന്മാരായി രൂപാന്തരപ്പെടുത്തി ദൈവസന്നിധിയിൽ നിർത്താൻ വേണ്ടി. അതിനുള്ള ദൈവത്തിൻ്റെ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റിനെയുമാണ് എന്ത് പറയുന്നത്? കൃപ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ കൃപയിൽ നമ്മെ നിർത്തിയിരിക്കുന്നത്? ഇന്ന് നാം അനുഭവിക്കുന്ന കൃപയുടെ ബഹുത്വം എന്താണ്? ഈ ഭാഗങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാക്കി വേണം സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയാൻ, ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് നിങ്കലുള്ള ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. അത് പറയുമ്പോൾ എന്താണ് നമ്മിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെളിപ്പെടാനിരിക്കുന്ന കൃപയെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ചിന്തിക്കാൻ. പ്രൈസ് ലോർഡ്. ആമേൻ. പ്രൈസ് ലോർഡ്. ഈ ഭാഗത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് ചിന്തിച്ചതാണ്. ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. ഇസ്രായേൽ മക്കൾ പെസഹ കഴിഞ്ഞ് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് കയറിയതും വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കപ്പെടുന്നതും ഒക്കെ ചേർന്നാണ് നമ്മുടെ രക്ഷാനുഭവം ഒരു നിഴലായിട്ട് സംഭവിച്ചതെന്ന് നമുക്കറിയാം. 400-ലധികം വർഷങ്ങൾ മിസ്രൈമിൽ ഇസ്രായേൽ ജനം അടിമകളായിരുന്നു. അടികൊണ്ട് പണി ചെയ്ത് കൂലി കിട്ടാതെ കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട് അനേക ആൺകുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട് അങ്ങനെ ദുരിതം അനുഭവിച്ച ദീർഘകാലമായിരുന്നു ഇസ്രായേൽ ജനത്തിനുള്ളത്. കരച്ചിലും കണ്ണുനീരും അല്ലാതെ അവിടെ ഒന്നുമില്ലായിരുന്നു. അവരുടെ ഇടയിൽ പ്രത്യേകിച്ച് അവർ പെസഹയുടെ സമയത്ത് പുറപ്പെടുന്ന ആ തലമുറ എന്ന് പറയുന്നത് എന്താണ്? അവർ ജനിക്കുമ്പോൾ തൊട്ട് കാണുന്നത് അവരുടെ അപ്പനും അമ്മയും ചേട്ടന്മാരും എല്ലാം എന്താണ്? മിസ്രൈമ്യരുടെ അടി കൊണ്ട് പൊളയുന്നതാണ് കണ്ടു വളരുന്നത്. അതാണ് അവരുടെ കണ്ണിന് മുമ്പിൽ ജനിക്കുമ്പോൾ തൊട്ടുള്ള കാഴ്ച. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ അടിമകളായിട്ട് ജനിച്ച ഒരു സമൂഹത്തെയാണ് ഇസ്രായേൽ ജനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഒരു പെസഹയാണ് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ആ ഭാഗത്തിലേക്ക് അധികം വിശദീകരിക്കുന്നില്ല. അവിടെ പറയുന്നത് അവിടുത്തെ പുറപ്പെട്ടു വരുന്ന ജനത്തെ കണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇസ്രായേലിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ മക്കൾ എന്ന അടിമകൾ അവിടുന്ന് പുറപ്പെട്ടെന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല. എന്ത് പുറപ്പെട്ടെന്നാണ്? അവർ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്നലെ വരെ അടികൊണ്ട് കിടന്നിരുന്ന, ഇന്നലെ വരെ നിലവിളിച്ചുകൊണ്ട് കിടന്നിരുന്ന ഇസ്രായേൽ ജനം അവിടുന്ന് പുറപ്പെട്ടു വരുന്നതുകൊണ്ട് ദൈവം പറയുക അടിമകൾ ഇറങ്ങി വരുന്നതല്ല പറഞ്ഞേ, ആണോ? അല്ല. അവരെ നോക്കി ലോകം പറയും ഇത് അവിടുന്ന് അടിമകൾക്കെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അവരെക്കുറിച്ച് പറയുകയാണ് അവർ യുദ്ധസന്നദ്ധരായിട്ടാണ് ഇറങ്ങി വരുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം പറയുകയാണ് ഇത് ഒരു സൈന്യം ഇറങ്ങി വരുന്നതെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയാണ് നമ്മുടെ രക്ഷാനുഭവം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മറ്റൊരു ചിന്തയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വരെ അടികൊണ്ട് കിടന്ന, ഒന്നിനും കഴിവില്ലാതിരുന്ന, പേടിച്ച് മാത്രം നിലവിളിച്ചുകൊണ്ട് കിടന്ന ഈ ജനം പെട്ടെന്നൊരു ദിവസം എങ്ങനെയാണ് യുദ്ധസന്നദ്ധരായത്? പെട്ടെന്നൊരു ദിവസം എങ്ങനെയാണ് സൈന്യമായത്? അടിമയുടെ കടയിൽ ഒരു തോക്കും 2 വാളുമൊക്കെ എടുത്തു കൊടുത്താൽ അവ സൈന്യമാവുമോ? ഇല്ല. അവൻ്റെ പേടി എവിടെ നിന്ന് പോകണം? അവൻ്റെ ഉള്ളിൽ നിന്ന് പോകണം. അങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് ഒരു മിസ്രൈമിനെ കണ്ട അവൻ്റെ ഉള്ളിൽ പിന്നെയും പിടയ്ക്കാൻ തുടങ്ങും, അവൻ അടിക്കുമോ എന്നുള്ള പേടി. അപ്പോൾ എന്താണ് അവിടെ മാറ്റിമറിച്ചത്? തലേ ദിവസം അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തമാണ് ഇസ്രായേലിൻ്റെ അടിമത്ത മനോഭാവം മാറ്റി അവരെ ഒരു സൈന്യമാക്കി രൂപാന്തരപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ രക്ഷയുമായിട്ട് വളരെ സാമ്യമുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പാപത്തിന് അടിമകളായി കടന്നിരുന്ന നമ്മളെ എന്ത് ചെയ്തു? യേശു കർത്താവ് രക്ഷിച്ച് വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്. അന്ന് മുതൽ നമ്മൾ അറിയപ്പെടുന്ന പേര് സഭയെന്നാണ്. സഭ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൈന്യമാണ്. ആരോടാണ് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്? അതുവരെ നമ്മളെ അടിമപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ പാപത്തോടാണ് നമ്മൾ പോരാടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന് വേണ്ട റിസോഴ്സസിനെ എല്ലാം കൂടെ ചേർത്താണ് പറയുന്നത് കൃപയെന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇവരെ രക്ഷിച്ച് മരുഭൂമിയിലേക്ക് കടത്തിയ ദൈവം എന്തെല്ലാം സജ്ജീകരണങ്ങളാണ് അവിടെ ഒരുക്കി വെച്ചത്. വാഗ്ദത്ത നാട്ടിൽ വരെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ. രാത്രിയിൽ അഗ്നിത്തൂൺ, പകൽ മേഘസ്തംഭം, അവർക്ക് 40 വർഷത്തോളം കഴിക്കാനുള്ള മന്ന, പിന്നെ പാറയിൽ ഒരുക്കി വെച്ച വെള്ളം, അവരുടെ വസ്ത്രം
കീറാതിരിക്കുക, ചെരുപ്പ് തേയാതിരിക്കുക, ഇങ്ങനെ മരുഭൂമിയിലെ ക്ഷുദ്രജീവികളെല്ലാം ദൈവം മാറ്റി. ദൈവത്തിൻ്റെ കരുതലുകൾ എല്ലാം എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ പദ്ധതിയിലേക്കാണ് അവരെ ദൈവം എന്ത് ചെയ്തത്? കയറ്റിയത്. എന്തിനു വേണ്ടി? വാഗ്ദത്തം വരെ, അല്ലെങ്കിൽ വാഗ്ദത്ത ദേശത്ത് ഇവരെത്തുന്നത് വരെ ഒരു കേടും കൂടാതെ ഈ ജനം എന്ത് ചെയ്യണം? അവിടെ എത്തണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ സജ്ജീകരണത്തിലേക്ക് കയറ്റിയതുപോലെ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തെ ദൈവം എങ്ങോട്ടാണ് കയറ്റിയത്? ആമേൻ, കൃപയിലേക്കാണ് കയറ്റിയത്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിൻ്റെ പൈതലും നിത്യതയിൽ എത്തുവോളം എന്ത് ചെയ്യണം? അവർ ഒരു പോരാളികളായി നിന്നുകൊണ്ട് ആമേൻ അവർക്ക് എത്താൻ വേണ്ട സകല റിസോഴ്സസും ദൈവത്തിന് അവർക്ക് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, വചനവും പരിശുദ്ധാത്മാവും ഉൾപ്പെടെ എല്ലാം കൂടെ ചേർത്ത് പൗലോസ് പറയുകയാണ്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ നമുക്ക് പ്രവേശനം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവകൃപയിലാണ് നാം ഇന്ന് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ഇടയിൽ ദൈവകൃപയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കഴിഞ്ഞൊരു 10 വർഷത്തിലധികമായി വളരെ കുറഞ്ഞു പോയിരിക്കുകയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ദുരുപദേശം ഇറങ്ങിയതാണ്. എന്താണ്? കൃപയുടെ ഉപദേശം എന്ന് പറയുന്ന ഒരു ഉപദേശം ഇറങ്ങി. കൃപയുടെ ഉപദേശം സത്യമാണ്, പക്ഷെങ്കിൽ ആ പേരിലിറങ്ങിയ മറ്റൊരു ഉപദേശം അത് കൂടുതലും ദുരുപദേശമായിരുന്നു. അവരെയാണ് ഹൈപ്പർ ഗ്രേസ്, ചീപ്പ് ഗ്രേസ് എന്നൊക്കെ പറഞ്ഞ് പല നിലകളിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വന്നപ്പോൾ മറ്റൊരു പ്രത്യേകത വന്നത് എന്താണ്? കൃപയുടെ ദുരുപദേശത്തെ എതിർക്കാൻ വേണ്ടി നമ്മുടെ ഇടയിലുള്ള ആൾക്കാരെല്ലാം എന്ത് ചെയ്തു? മറ്റൊന്നല്ലേ പറഞ്ഞ് അതിൻ്റെ വേറൊരു എക്സ്ട്രീമിലേക്ക് പോയി. അപ്പോൾ എന്താ പറഞ്ഞു? ഇപ്പം കുർബാന ആര് പറഞ്ഞാലും നമ്മളെന്താ ഒരു സംശയം, ഇവൻ എന്തെങ്കിലും ദുരുപദേശം പറഞ്ഞു പഠിപ്പിക്കുകയാണോ എന്നുള്ള സംശയത്തിൽ. അപ്പം യഥാർത്ഥ കൃപയും കൂടെ അവിടെ എന്ത് ചെയ്യുകയാണ്? പ്രസംഗിക്കപ്പെടാതെ, ജനം മനസ്സിലാക്കപ്പെടാതെ ഒരു നീണ്ട കാലഘട്ടം നമ്മുടെ ഇടയിൽ നടന്നു പോവുകയാണ്. പക്ഷേ നാം മനസ്സിലാക്കണം, യഥാർത്ഥമായൊരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. ഈ കൃപയിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? നമുക്ക് നിത്യത വരയിലെത്താൻ, നമ്മുടെ ആത്മീയ ജീവിതം നയിക്കാനുള്ള സകല റിസോഴ്സസിനെയും ചേർത്ത് പുതിയ നിയമം എന്ന് പറയുന്നത്, കൃപ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കൃപയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതിനെ നമ്മൾ ചീപ്പ് ഗ്രേസ് ആക്കി കളയരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിനില്ലാത്തൊരു മാനം കൊടുത്ത് ഹൈപ്പർ ഗ്രേസ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയുടെ ആ ഉള്ള മഹത്വത്തെ ആമേൻ മനസ്സിലാക്കി അത് അനുഭവിച്ച് അത് പ്രാപിച്ച് ജീവിക്കുന്ന ദൈവജനമായി നാം ഈ കാലഘട്ടത്ത് രൂപാന്തരപ്പെടണമെന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കൃപയൊന്നുമില്ല. പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടത്തിൽ ആമേൻ മത്തായി സുവിശേഷത്തിന് മുമ്പുള്ള ഒരു 400 വർഷമെന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു അന്ധകാരത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാടുകളില്ലാത്ത കാലഘട്ടം, പ്രവാചകന്മാരില്ലാത്തൊരു കാലഘട്ടം, ദൈവം പ്രത്യേകിച്ച് ഇടപാടുകളൊന്നും നടത്താത്ത ഒരു കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് ആര് പ്രത്യക്ഷപ്പെടുന്നത്? കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. അവനെ പരിചയപ്പെടുത്തുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പ്രൈസ് ദി ലോർഡ്. കത്തോലിക്ക സഭയെല്ലാം കൃപ നിറഞ്ഞവളെന്ന് പറഞ്ഞ് ആരെയാണ് പുകഴ്ത്തുന്നത്? മറിയയാണ് പറയുന്നത്. പക്ഷെ മറിയ കൃപ നിറഞ്ഞവളാണോ? അല്ല. മറിയ കൃപ, നമുക്കെല്ലാം കൃപയാൽ നിറയാൻ പറ്റും. എങ്ങനെ നിറയാൻ പറ്റും? പ്രാപിച്ച് നിറയാൻ പറ്റും. സ്വന്തമായിട്ട് നമ്മൾ കൃപയുണ്ടോ? ഇല്ല. ദൈവം പകർന്നു തരുന്ന കൃപ പ്രാപിച്ച് നിറയാനേ പറ്റത്തുള്ളൂ. മറിയ എങ്ങനെയുള്ളവരാണ്? കൃപ പ്രാപിച്ച് നിറഞ്ഞതാണ്. പക്ഷെങ്കിൽ ആ പ്രാപിച്ച് നിറയാതെ സ്വതമേ കൃപ നിറഞ്ഞവനായിട്ട് ഇറങ്ങി വന്നവനാണ് ആര്? യേശു കർത്താവ് എന്ന് പറയുന്നത്. അവൻ്റെ നിറവിൽ നിന്നാണ് നാം എന്ത് ചെയ്യുന്നത്? കൃപമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ലോകത്തിന് മുഴുവൻ പകരാനുള്ള ആ കൃപയുടെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ സകല റിസോഴ്സസുമായി ഇറങ്ങി വന്ന രക്ഷകനാണ് ആര്? യേശു കർത്താവ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി ഇറങ്ങി വന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ കൃപയെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞതുപോലെ പാപത്തിൽ ജീവിച്ച മനുഷ്യരെ എന്ത് ചെയ്യണം? പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കണം. പിന്നെന്ത് ചെയ്യണം? അവരെ പാപത്തോട് പോരാടാനായിട്ട് അവരെ സജ്ജരാക്കണം. പിന്നെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിട്ട് അവരെ ഒരുക്കിയെടുക്കണം. എങ്ങനെ ഒരുക്കിയെടുക്കണം? ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലും ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലും ക്രിസ്തുവിൻ്റെ നീതിയിലും എല്ലാം എന്ത് ചെയ്യണം? ഈ സഭയെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെ വളർത്തിയെടുക്കണം. അങ്ങനെ വളർത്തിയെടുത്ത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി കൊണ്ടു നിർത്താനുള്ള ആ ഒരു വലിയ റിസോഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുവരെ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി, മനുഷ്യനെ നീതിമാന്മാരാക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് ന്യായപ്രമാണമായിരുന്നു, അല്ലേ? അതാ യോഹന്നാൻ തന്നെ പറയുന്നത് 1-ാം അധ്യായം 12 മുതൽ താഴോട്ടുള്ള വായിക്കുമ്പോൾ കാണുന്നുണ്ട്. എന്താണ്? ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതുവരെ മനുഷ്യനെ നന്നാക്കുന്നത്, അവൻ തെറ്റുകൾ ചെയ്യാതെ അവനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരുന്നത് എന്തായിരുന്നു? ന്യായപ്രമാണമായിരുന്നു. അതിലായിരുന്നു കൽപ്പനകളുണ്ടായിരുന്നു, അല്ലേ? മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്, കള്ളസാക്ഷ്യം
പറയരുത്, വിഗ്രഹങ്ങളെ സേവിക്കരുത്, ഇങ്ങനെ കുറേ കൽപ്പനകളുണ്ട്. അതിനു വേണ്ടിയാണ് മനുഷ്യനെ നന്നാക്കി എടുക്കാൻ വേണ്ടി. അതിൻ്റെ സബ് കൽപ്പനകൾ ഒത്തിരിയുണ്ട്. അപ്പോൾ ആ നിലയിൽ മനുഷ്യനെ നന്നാക്കി എടുക്കാൻ വേണ്ടി നൽകിയ ന്യായപ്രമാണമായിരുന്നു അതുവരെ മനുഷ്യനുണ്ടായിരുന്നു. പക്ഷേ ആ ന്യായപ്രമാണം കൊണ്ട് മനുഷ്യൻ ഗുണം പിടിച്ചോ? ആരെങ്കിലും നീതിമാനായോ? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. അതെന്തിൻ്റെ കുഴപ്പം? ന്യായപ്രമാണത്തിൻ്റെ കുഴപ്പമാണോ? അല്ല, ന്യായപ്രമാണത്തിൻ്റെ കുഴപ്പമല്ല. ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നത് ന്യായപ്രമാണം ദൈവം കൊടുത്തതാണ്, അത് ആത്മീകമാണ്, ദൈവികമാണ്. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും അതിൽ ഒരു വള്ളിയോ പുള്ളിയോ മാഞ്ഞു പോകാത്തതുമാണ്. എന്തുകൊണ്ടാണ് ന്യായപ്രമാണത്തിന് മനുഷ്യനെ നീതീകരിക്കാൻ കഴിയാഞ്ഞത്? റോമാലേഖനം 7-ാം അധ്യായം കൃത്യമായിട്ട് പറയുകയാണ്, ഞാനോ ജഡമയൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യായപ്രമാണത്തിന് നന്നാക്കാനായിട്ട് കിട്ടിയ മനുഷ്യനാരായിരുന്നു? ഞാനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും നന്നാക്കി എടുക്കാൻ പറ്റാത്ത, പാപം കൊണ്ട് മൂടപ്പെട്ട, നശിച്ചുപോയ ഒരു മനുഷ്യനെയാണ് എന്ത് ചെയ്തത്? ന്യായപ്രമാണത്തിന് നന്നാക്കാനായിട്ട് കിട്ടിയത്. അവനെ റൂൾസ് വെച്ച് നന്നാക്കാൻ എന്തായിരുന്നു? അസാധ്യമായിരുന്നു. ന്യായപ്രമാണം നല്ലതാണ്, അത് രസിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ എന്നെ നീതീകരിക്കാനുള്ള ശേഷി എന്തിനില്ലായിരുന്നു? ന്യായപ്രമാണത്തിലില്ലായിരുന്നു. അതുകൊണ്ടാണ് 8-ാം അധ്യായം റോമാലേഖനത്തിൽ പറയുന്നത്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ യേശുക്രിസ്തു പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ ലോകത്തിലേക്ക് വന്നെന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്. അപ്പോൾ അങ്ങനെ ന്യായപ്രമാണം നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് വിടുവിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ക്വാളിറ്റിയിൽ, ദൈവം ആഗ്രഹിക്കുന്ന നീതിയിൽ, ദൈവം ആഗ്രഹിക്കുന്ന സ്വഭാവത്തിൽ വളർത്താൻ വേണ്ടി ആമേൻ എന്തൊക്കെ മനുഷ്യൻ ആവശ്യമുണ്ടോ അത് മുഴുവൻ ചേർത്ത് ഇറങ്ങി വന്ന പാക്കേജിൻ്റെ പേരാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്. അതാണ്, അതിനെക്കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്. അതിനെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തു എന്തൊക്കെയായിട്ട് വന്നു? കൃപയും സത്യവും നിറഞ്ഞവനായി വന്നു. പ്രൈസ് ലോർഡ്. അവന് കൃപ നിറഞ്ഞിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ച്, എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ച്, പാപത്തിൽ നിന്ന് ശുദ്ധീകരിച്ച് തേജസ്സിൽ നിർത്താനുള്ള സകല റിസോഴ്സസ് ആരിലുണ്ടായിരുന്നു? യേശുവിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു എൻ്റെ രക്ഷകനായിട്ട് മാറുന്നത്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് അത് കണ്ടിട്ട് വേണം ഇന്ന് എന്ത് പറയാൻ? ആമേൻ. ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിങ്കലുള്ള ഭക്തിയോടെ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്നെ മഹത്വപ്പെടുത്തുമെന്ന് പറയാനായിട്ട്. പ്രൈസ് ലോർഡ്. സമയം മുമ്പോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ലോർഡ്. അപ്പോൾ ഒരു ഭക്തനായി ജീവിക്കണമെങ്കിൽ, ആമേൻ, ഇവിടെ പറയുന്നത് ഭക്തിയോടെ ആരാധിക്കുമെന്നാണ് പറയുന്നത്. പ്രൈസ് ലോർഡ്. ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗം കഴിക്കണമെങ്കിൽ, ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം ഈ ലോകത്ത് നയിക്കണമെങ്കിൽ എങ്ങനെ സാധിക്കും? പ്രൈസ് ലോർഡ്. എങ്ങനെ സാധിക്കും? കൃപയാൽ മാത്രമേ കഴിയത്തുള്ളൂ. പ്രൈസ് ലോർഡ്. ആമേൻ. അത് ദൈവത്തെ പ്രവൃത്തികളാൽ പ്രസാദിപ്പിച്ച ഏക വ്യക്തി ആരാണ്? കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. പ്രൈസ് ലോർഡ്. നമ്മളൊക്കെ എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്? ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നാമൊക്കെയും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. അതൊക്കെ നാം ചിന്തിച്ചിട്ടുള്ള ഭാഗമാണല്ലോ. പ്രൈസ് ലോർഡ്. അപ്പോൾ ഞാൻ ഇത്ര നേരം ശ്രമിച്ചത് എന്താണ്? കൃപയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ലളിതമായ ദാനമല്ല. അതെന്താണ്? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സകല ദാനങ്ങളെയും ചേർത്ത്, സകല റിസോഴ്സുകളെയും ചേർത്ത് ഒന്നിച്ച് പറയുന്ന പേരാണ് എന്ത്? കൃപയെന്ന് പറയുന്നത്. അതിൻ്റെ ഇന്ന് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നാം നിൽക്കുന്ന ഈ കൃപ. അതാണല്ലോ നമുക്ക് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളത്. രക്ഷിക്കപ്പെടാനുള്ള കൃപയാൽ നമ്മൾ എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. ഇനി വരാനിരിക്കുന്ന കൃപയെ നമ്മൾ കാണും. പക്ഷേ ഇന്ന് നാം ചെയ്യേണ്ടത് എന്താണ്? നമ്മെ ഇന്ന് നിർത്തിയിരിക്കുന്ന കൃപ നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിക്കണം. ഇന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിൻ്റെ വരവ് വരെ, അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ ഈ കൃപ കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ ആ കൃപയുടെ ബഹുത്വം നമ്മൾ എങ്ങനെയാണ് അനുഭവിക്കുന്നതെന്നാണ് അല്പസമയത്തിനുള്ളിൽ ഞാൻ വേഗത്തിൽ ചിന്തിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ലോർഡ്. അപ്പോൾ കൃപയുടെ ബഹുത്വവും പാപത്തിൻ്റെ ബഹുത്വവും ഈ ലോകത്തിൽ ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ പാപത്തിനെതിരെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? കൃപ വർക്ക് ചെയ്യുന്നത്. പാപത്തിനെതിരെ എന്ത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കൃപ വേണം. കൃപയാലല്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പാപത്തെ നമുക്ക് കീഴ്പ്പെടുത്താനോ അതിനോട് പോരാടാനോ കഴിയത്തില്ല. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ സെക്കൻഡ് പാർട്ട് വായിച്ച് വരുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അവിടെ 2 വാക്കുകൾ ഇങ്ങനെ കോറിലേറ്റ് ചെയ്താണ് ആ വാക്യങ്ങളെല്ലാം പറയുന്നത്. പാപം, കൃപ, പാപം, കൃപ, പാപം, കൃപ. അല്ലെ, ലംഘനം, കൃപ. ലംഘനത്താൽ അങ്ങനെ സംഭവിച്ചു, കൃപയാൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നും പറഞ്ഞ് തിരിച്ച് ഒരേ രീതിയിലാണ് ആ വാക്യങ്ങളെല്ലാം പോകുന്നത്. അതിൻ്റെ അവസാനമാണ് നമ്മൾ കാണുന്നത്, പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അപ്പോൾ പാപത്തിൻ്റെ വർധനവ് ലോകത്തിൽ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ആ മനുഷ്യർക്ക്, ഇപ്പോൾ നമുക്ക് പാപത്തിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെക്കാളെല്ലാം ഇന്നുണ്ട്. പാപം ലോകത്തെ പെരുകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അധികമായ
ദൈവത്തിൻ്റെ കൃപ വേണം. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനത്തിൽ പറയുന്ന ആ പാപത്തിൻ്റെ പെരുക്കം എന്ന് പറയുന്നത് എന്താ? പാപം ചെയ്ത് കൂട്ടുന്ന പെരുക്കം ഉണ്ട്. പാപം മൊത്തത്തിൽ വളരുന്ന വളർച്ചയുണ്ടെങ്കിലും അപ്പോൾ അതിനു മുമ്പ് സംഭവിച്ച യേശു കർത്താവിൻ്റെ ജീവിതത്തിലും യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിലും ലോകത്ത് സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട്. അതെന്താണ്? ആമേൻ. പാപത്തിൻ്റെയൊക്കെ ഡെഫിനിഷൻ തന്നെ മാറിപ്പോയി. എന്ന് പറഞ്ഞാൽ എന്താണ്? അതുവരെ പാപികളല്ലെന്ന് വിചാരിച്ചുകൊണ്ട് നടന്നവർ പോലും, അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ജീവിതം വന്നപ്പോൾ എന്ത് ചെയ്തു? സകല മനുഷ്യരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞെന്നാണ് പുതിയ നിയമം പറയുന്നത്. അല്ലെങ്കിൽ സകല മനുഷ്യരും പാപികളാക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ന്യായപ്രമാണം നിലനിന്ന കാലത്ത് കൊല ചെയ്യരുത് എന്നൊരു കൽപ്പനയുണ്ടായിരുന്നു. എന്താണ്? കൊല ചെയ്യരുത്, അല്ലെ മോഷ്ടിക്കരുത് എന്നൊരു കൽപ്പനയുണ്ടായിരുന്നു. പക്ഷേ യേശു കർത്താവ് വന്ന ആ കൽപ്പന അങ്ങ് മാറ്റി. എന്താണ്? അപ്പോൾ അതുവരെ എത്ര പാപികളുണ്ടായിരുന്നു? ജയിലിൽ കിടക്കുന്ന 500 പേരെ ഉള്ളായിരുന്നു. ആരായിട്ട്? കൊലപാതകന്മാരായിട്ട്, അല്ലേ? അന്നത്തെ കൊലപാതകന്മാരെ കടിച്ച് എന്തിട്ടുണ്ടായിരിക്കും? പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? പാപികൾ. അവർ മാത്രമേ ഉള്ളായിരുന്നു എണ്ണപ്പെട്ട കൊലപാതകന്മാരെന്ന പാപികൾ. പക്ഷേ യേശു കർത്താവ് വന്നിട്ട് ആ കൽപ്പന അങ്ങോട്ട് തുറന്ന് കാണിച്ചു. ദൈവത്തിൻ്റെ ഹൃദയം അങ്ങോട്ട് തുറന്ന് കാണിച്ചു. കൊല ചെയ്യരുത് എന്ന് പറയുന്ന ആ പ്രവൃത്തി ചെയ്യുന്നതിനല്ല. കൊല വരുന്ന എവിടെ നിന്നാണ്? ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു പൊട്ടായിട്ട് രൂപപ്പെട്ട ഒരു പിണക്കത്തിൽ നിന്ന്, അല്ലെ സഹോദരനെ നിസ്സാര എന്ന് കാണുന്ന ആ മനോഭാവം വളർന്നാണ് എന്ത് ചെയ്യുന്നത്? ഒരു കൊലപാതകമായിട്ട് മാറുന്നത്. അപ്പോൾ അത് ചെയ്യുന്നവൻ എന്ത് ചെയ്യും? നിത്യനരകത്തിന് യോഗ്യനാകുമെന്ന് യേശു കർത്താവ് അവിടെ നിന്നങ്ങ് പറയുകയാണ്. അപ്പോൾ ആരൊക്കെ പാപികളായി? കൊല ചെയ്യരുന്നൊരു കൽപ്പന ഉണ്ടായിരുന്നപ്പോൾ ഒരു 500 പാപികളെ ഉള്ളായിരുന്നു. അവരെവിടെ ഉണ്ട്? ജയിലിലുണ്ട്. നമ്മളെല്ലാം മിടുക്കന്മാരായിരുന്നു. നമ്മളാരും കൊല ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, അല്ലേ? പക്ഷേ യേശു കർത്താവ് ഈ ഒരു കൽപ്പന പറഞ്ഞപ്പോൾ ആരൊക്കെ പാപികളായി? ആ കൽപ്പന അനുസരിച്ച് പാപികളല്ലാത്തവരൊന്ന് കൈവക്കിക്ക്. മറ്റൊരു മനുഷ്യനെ നിസ്സാരാന്ന് പോലും കരുതിയിട്ടില്ലാത്ത എല്ലാവരും എന്നേക്കാൾ ശ്രേഷ്ഠനാണെന്ന് എണ്ണുന്ന ഉണ്ടോ? ഇല്ല. വിശുദ്ധി വന്നിട്ട് പോലും നമുക്ക് അങ്ങനെ ഒരു മനോഭാവം ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല. അപ്പോൾ പിന്നെ പണ്ടത്തെ കാര്യം പറയണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ എന്ത് ചെയ്തു? ലോകത്ത് അന്ന് 10 കോടി മനുഷ്യരുണ്ടെങ്കിൽ 10 കോടി മനുഷ്യരും എന്തായി? പാപികളായി മാറ്റപ്പെട്ടു. അപ്പോൾ ആ പാപത്തിൻ്റെ ആ അളവിന് അല്ല ഡെഫിനിഷൻ ദൈവം അവിടെ പുതുക്കി നൽകിയതല്ല, അവിടെ കർത്താവ് വെളിപ്പെടുത്തി നൽകിയപ്പോൾ എന്ത് ചെയ്തു? പാപത്തിൻ്റെ ഒരു പെരുക്കമുണ്ടായി, അല്ലേ? 500 പാപികളെന്നുള്ളിടത്ത് ഇപ്പോൾ കോടിക്കണക്കിന് പാപികളായി. അപ്പോൾ എന്ത് ചെയ്തു? പാപം മാത്രം പെരുകിയാൽ മതിയോ? അല്ല, കൃപയും പെരുകേണ്ടിയിരുന്നു. എങ്ങനെ പെരുകി? ആ കൃപ യേശു ക്രിസ്തുവിൽ നിറഞ്ഞിരുന്നു. കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് യേശു കർത്താവ് ഈ ഭൂമിയിൽ സഞ്ചരിച്ച് ക്രൂശിൽ യാഗമായി തീർന്നു. അങ്ങനെയാണ് പാപം പെരുകിയിടത്ത് കൃപയും അത്യന്തം വർദ്ധിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ യേശു കർത്താവ് അങ്ങനെയാണ് ഈ ലോകത്ത് ജീവിച്ചത്. ഓരോ കൽപ്പനയിലും എന്ത് ചെയ്യണമായിരുന്നു? നമ്മളെല്ലാം അനുസരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ജീവിക്കേണ്ട എന്തിനു വേണ്ടിയായിരിക്കും? നമ്മുടെ ചുറ്റുമുള്ള പാപപ്രകൃതത്തിൽ നിന്ന്, പാപത്തിൻ്റെ ശക്തികളിൽ നിന്ന്, പാപത്തോടൊരു പോരാട്ടം കഴിക്കാൻ നമുക്കങ്ങനെ തോന്നാറ് പോലുമില്ല. നമ്മളെല്ലാം ചിന്തിക്കാൻ നമ്മളാരും പാപികളല്ല. ഞാൻ കൊല ചെയ്യുന്നില്ല, ഞാൻ മോഷ്ടിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ഉള്ള അവസ്ഥയെ പരിശോധിച്ചാൽ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? അതൊക്കെ ദൈവസന്നിധി പാപമാണ്. ഞാനിവിടെ 14 വർഷത്തോളം ഈ ചെന്നൈയിൽ ജീവിച്ച ഒരാളാണ്. ഇവിടെ വെച്ച് എനിക്ക് അങ്ങനെ ദുഷ്കരമായ യാതൊരു അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന്. കൊച്ചി, തിരുവനന്തപുരം, ബാംഗ്ലൂർ, ചെന്നൈ, ഇങ്ങനെ പല ചുരുക്കം ചില ദേശങ്ങളിലൊക്കെ ജീവിച്ചത് വെച്ച് എനിക്ക് ഏറ്റവും ജീവിക്കാൻ നല്ലതെന്ന് തോന്നിയൊരു ദേശം, കാലാവസ്ഥ മാറ്റി നിർത്തിയാൽ ചെന്നൈയാണ്. കാരണം ആൾക്കാരും എല്ലാം അങ്ങനെയാണ്. ഇവിടെ നിന്നിരിക്കാൻ ഒരു പിടിച്ചുവരി ശ്രമമോ ഒരു മോഷണ ശ്രമമോ ഒന്നും എനിക്കിവിടെ അങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല. എന്നാൽ ബാംഗ്ലൂരിൽ ചെന്ന് ചുരുക്കം ചില ദിവസത്തിനുള്ളിൽ, ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, എൻ്റെ നിന്ന് പൈസ പിടിച്ചു പറിക്കാൻ വേണ്ടി കുറച്ച് പേര് ശ്രമിച്ചു എൻ്റെ പേഴ്സിൽ നിന്ന്. അപ്പം ഒരു ചെറിയ പിടിവലി ഞങ്ങൾ തമ്മിലുണ്ടായി. അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ള അവരൊരു 3-4 പേരുണ്ട്. അപ്പം ഞാൻ പേഴ്സ് പിടിച്ചു. ഒരു 500-ൻ്റെ, ഒരു 200-ൻ്റെ, ഒരു 100-ൻ്റെ നോട്ട് അവരും പിടിച്ചു. കൂടുതൽ പിടി എൻ്റെ ആയിരുന്നുകൊണ്ട് ഞാനത് തിരിച്ചു മേടിച്ചു. പക്ഷേങ്കിൽ ആ 3 നോട്ടിൻ്റെ കുറച്ച് സൈഡ് കയറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ബാങ്കുകൾ തോറും കയറി നടക്കുകയാണ് അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി. അപ്പം ഞാനിങ്ങനെ അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. അപ്പം ഇത് പിടിച്ചു, ഞാനങ്ങനെ ഇരുന്നു. ആ സംഭവം കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഒരു ചൂടിലിരിക്കും. അപ്പം ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞു. കർത്താവ് മറ്റു ദ്രോഹമൊന്നും എനിക്ക് ചെയ്തില്ലല്ലോ, ദോഷമൊന്നും ഉണ്ടായില്ല, ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടായില്ല, അവർ ഉപദ്രവിച്ചില്ല, പൈസയും കൊണ്ടുപോയില്ല, ബാക്കി പൈസ എൻ്റെ ഉണ്ട്, അത് ബാങ്കിൽ കൊടുത്ത് എന്ത് ചെയ്യാം, മാറിക്കിട്ടുമായിരിക്കും, മറ്റ് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. എന്നാലും ദൈവത്തിന് എന്നെ എന്ത് ചെയ്യായിരുന്നു, ഇച്ചിരൂടെ സൂക്ഷിക്കായിരുന്നു എന്നൊരു ചെറിയ പരാതി പറഞ്ഞപ്പം കർത്താവ് എന്നോട് എൻ്റെ ഉള്ളിൽ അപ്പോൾ ഇടപെട്ട ഒരു വചനം എന്ന് പറയുന്നത്, നീ എന്നോട് നന്ദിയൊന്നുമല്ല പറയേണ്ടത്, നീ എന്ത് ചെയ്തു, പാപം ചെയ്തു. അപ്പം ഞാൻ എന്നെ പാപം ചെയ്തത്, എൻ്റെ നിന്ന് പിടിച്ചു മറിക്കാൻ ശ്രമിച്ചവരോട്. അപ്പം നമ്മൾ ഈ ആത്മീയ വളർച്ചയെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് പ്രസംഗിക്കുമ്പോൾ ആ നിലയിലുള്ള പരീക്ഷണങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്,
നമ്മളപ്പം മറ്റു രീതിയിലെല്ലാം നമ്മളെന്ത്, ഞാൻ ഒരു ഉപദ്രവിച്ചില്ല, ഞാൻ നല്ലവനാണ്, ഞാൻ ദോഷമൊന്നും ചെയ്തില്ല, ഞാൻ വെറുതെ ഇരുന്നപ്പം എൻ്റെ വന്ന് പിടിച്ചു മരിക്കാൻ ശ്രമിച്ചതാണെന്നുള്ളൊരു ചിന്ത ആണ് എൻ്റെ ഉള്ളിൽ വന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോൾ എന്നോട് ഇടപെട്ട്, നീ അവിടെ പാപം ചെയ്തു. എന്നാ പാപം ചെയ്യണ്ടായി? അല്ലെങ്കിൽ പാപം ചെയ്തെന്ന് പറഞ്ഞാൽ കൽപ്പന ലംഘിച്ചെന്നുള്ള. ഞാൻ എന്ത് കൽപ്പനയാണ് ലംഘിച്ചു? ആർക്കെങ്കിലും പറയാമോ? എന്ത് കൽപ്പനയായിരിക്കും ലംഘിച്ചേ? ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ നിസ്സാരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എൻ്റെ സ്ഥാനത്ത് യേശു കർത്താവായിരുന്നു എന്നെ തന്നെ. യേശു കർത്താവിൻ്റെ ഒരാൾ 500 രൂപ പിടിച്ചു വലിക്കാൻ ശ്രമിക്കുമായിരുന്നു. എന്നെ തന്നെ യേശു കർത്താവ് വിട്ടുകൊടുക്കുമോ? വിട്ടുകൊടുക്കുമെന്ന് തന്നെയല്ല, കർത്താവിൻ്റെ കൽപ്പന എന്താണ്? ഒരു നിങ്ങളെ പുതപ്പെടുക്കാൻ ശ്രമിച്ചാൽ അവനെന്ത് ചെയ്യണം? ഉടുപ്പും കൂടെ കൊടുക്കണമെന്നാണ് കർത്താവിൻ്റെ കൽപ്പന. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ട്രെയിനിലോ എവിടെയെങ്കിലും പോകുമ്പോൾ തണുത്ത് മരച്ച് ഹിമാലയത്തിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്കോ തണുപ്പിലേക്കൊക്കെ ഡൽഹിയിലേക്കൊക്കെ കൊടും തണുപ്പുള്ളപ്പോൾ നമ്മൾ ട്രെയിൻ യാത്രയൊക്കെ നടത്തുകയാണെങ്കിൽ തണുത്ത് മരച്ചിരിക്കുമ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും ട്രെയിനിലത് സങ്കല്പിച്ചു, നമ്മുടെ അടുത്തിരുന്നൊരു മനുഷ്യൻ, പുതപ്പില്ലാത്തൊരു മനുഷ്യൻ എന്ത് ചെയ്തു? നമ്മളെ കൊണ്ടുവന്ന പുതപ്പെടുത്ത് പുതച്ചിരിക്കും. നമ്മൾ എന്നെ ചെയ്യും? നമുക്കൊരു പുതപ്പേ ഉള്ളതെന്ന് ഓർത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു മേടിച്ച് നമ്മൾ പുതയ്ക്കും, ഇല്ലേ? കർത്താവിൻ്റെ കൽപ്പന എന്താ? അവനകത്ത് കൊടുത്താലും പോരാ, നമ്മളിട്ടേക്കുന്ന ഉടുപ്പൂട് ഊരി എന്ത് ചെയ്യണം? അവനെ സഹായിച്ചിട്ട് നമ്മൾ ആ തണുപ്പ് മൊത്തം കൊള്ളണമെന്നാണ് കർത്താവിൻ്റെ നീതിയുടെ വ്യവസ്ഥ. പ്രൈസ് ലോർഡ്. അപ്പോൾ ഇവരത് പിടിച്ചു മേടിച്ചപ്പോൾ എനിക്ക് അവരോട് സ്നേഹമൊന്നും ഉണ്ടായില്ല. മാക്സിമം പിന്നെ അവർ 4 പേരുണ്ടായിരുന്നുകൊണ്ടും അങ്ങനെ അടിക്കാനുള്ള ധൈര്യം ഇല്ലാഞ്ഞുകൊണ്ടുമാണ് ഞാൻ എന്ത് ചെയ്തിരുന്നത്. നമ്മളെല്ലാം അല്ലെങ്കിൽ എന്ത് ചെയ്തത്? ബഹളം വെച്ച് ആളെ കൂട്ടി അവനെങ്ങനെയും പോലീസ് ചെയ്യിപ്പിക്കാനോ എന്തെങ്കിലും ശ്രമിക്കും. പക്ഷേ കർത്താവിൻ്റെ നീതി എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഇപ്പോൾ കർത്താവിൻ്റെ നീതി ഒരു മനുഷ്യനെ കൊണ്ടും ചെന്നെത്താൻ പറ്റാത്ത, അപ്പോൾ അതിനെക്കുറിച്ച് കർത്താവ് അവിടെ പഠിപ്പിച്ചൊരു കാര്യം, ഞാനിനി എന്ത് ചെയ്യണമായിരിക്കുന്നു? കർത്താവിലേക്ക് ഒരുപാട് ദൂരം വളരാനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ലോർഡ്. അപ്പോൾ കർത്താവും നമ്മളും തമ്മിലുള്ള ഡിഫറൻസിനെ എല്ലാം ദൈവം കണക്കാക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം 7 കല്യാണം കൂടിയെന്ന് ഞാൻ പറഞ്ഞു. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് എന്താണ്? നിങ്ങളൊരു അത്താഴമോ മുത്താഴമോ ഒരുക്കുമ്പോൾ ആരെ വിളിക്കണമെന്നാണ് പറഞ്ഞത്? നിങ്ങളുടെ ബന്ധുക്കളെ, നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നവരെ, നിങ്ങളുടെ ചർച്ചക്കാരെ ഒക്കെ വിളിക്കണമെന്നാണ് പറഞ്ഞത്? അല്ല. നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ച് ചെയ്യാൻ കഴിവില്ലാത്ത എവിടെയെങ്കിലും ഞാൻ കണ്ടില്ല. നമ്മൾ ചിലപ്പോൾ ഒരു പൊതുവെല്ലാം കൊടുത്തിട്ട് മൂലക്കിരുത്തി ആർക്കെങ്കിലും വല്ല ഭിക്ഷക്കാർക്കും എല്ലാം കൊടുക്കുമായിരിക്കും. എന്നല്ലാതെ ഞാൻ പറഞ്ഞു വന്നത്, കർത്താവിൻ്റെ പുതിയ നിയമത്തിലെ കൽപ്പനകൾ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രവർത്തിച്ച് അനുസരിച്ച് പൂർത്തീകരിച്ച് ഞാൻ മിടുക്കനായെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത്ര വലിയൊരു ഇതാണ്. അത് നമ്മൾ വളരേണ്ട ഒരു പാതയാണ്. പ്രൈസ് ലോർഡ്. യേശു കർത്താവിൻ്റെ നീതിയുടെ പാതയെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, കർത്താവിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരെയാണ് ഞാൻ. പ്രൈസ് ലോർഡ്. എത്രയോ ഇനി ഞാൻ വളരേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും എനിക്ക് അങ്ങനെ ആകാൻ പറ്റുമോ പോലും എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ നിൽക്കുന്ന കൃപയെന്ന് പറയുന്നത് എന്നെ അതിലേക്ക് വളർത്തിയെടുക്കാൻ പര്യാപ്തമായ കൃപയാണ്. പ്രൈസ് ലോർഡ്. ആമേൻ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നാം നിൽക്കുന്ന കൃപയെന്ന് പറയുന്നത് നമ്മെ പാപത്തോട് പോരാടി. അപ്പോൾ നമ്മളെന്താ? പാപം ചെയ്യുന്നില്ലെങ്കിലും എന്ത് വന്നു പോകുന്നുണ്ട്? ചെയ്യരുതെന്നുള്ള കൽപ്പന പിന്നെ അനുസരിക്കാൻ എളുപ്പം. പക്ഷെ ചെയ്യണം എന്നുള്ള കൽപ്പനകൾ അനുസരിക്കാൻ എന്ത് ചെയ്യണം? അധികം പ്രാപ്തി വേണം. പ്രൈസ് ലോർഡ്. ആ പ്രാപ്തിക്കാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്. ആമേൻ. ഞാൻ ആ ഭാഗത്തു നിന്ന് വേഗത്തിൽ മടങ്ങി തീത്തോസിൻ്റെ ലേഖനത്തിലേക്ക് വരികയാണ്. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം കൂടെ 12-13 വാക്യങ്ങൾ കൂടെ വായിക്കും. തൊട്ട് മുകളിലത്തെ വാക്യം കൂടെ 11 ചേർത്ത്. അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അപ്പോൾ കുറേ കാര്യത്തിന് വേണ്ടി അത് നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നുണ്ട്. എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയാണ്? ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് വേണ്ടി. അതെന്താണ്? നമ്മുടെ പുത്രത്വമായ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ് നമ്മുടെ എന്ത്? ഭാഗ്യകരമായ പ്രത്യാശ. യേശു കർത്താവ് വരും, നമ്മളെന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. അല്ലെങ്കിൽ മരിച്ചു പോയെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിനെ പോലെ തേജസ്സുള്ള ശരീരം പ്രാപിച്ച് നാം എന്ത് ചെയ്യും? കർത്താവിൻ്റെ മണമാട്ടിയായി കർത്താവിൻ്റെ മുമ്പിൽ തേജസ്സോടെ നിൽക്കും. അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. ആ പ്രത്യാശയ്ക്ക് വേണ്ടി അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നത്. പിന്നെ 2-ാമത്തെ കാര്യം എന്താണ്? ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും നമ്മുടെ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത അത് തന്നെയാണ്. യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള പ്രത്യാശ അല്ലേ? അതിനുവേണ്ടി നമ്മെ എന്ത് ചെയ്യുന്നു? അതിനുവേണ്ടി കാത്തിരിക്കാൻ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും അല്ലേ? പ്രപഞ്ചമോഹം ഉദ്ദേശിച്ച ലോകമോഹം അത് തന്നെ. ഈ ലോകത്തിൽ സുബോധത്തോടും
നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അപ്പോൾ യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെങ്ങനെ ഒരുങ്ങണം? ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും പിന്നെ വർജിച്ചിട്ട് ലോകത്തെ സുബോധത്തോടും നീതിയോടും ഭക്തിയോടും ജീവിക്കണം. അപ്പോൾ ഇങ്ങനെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നു. ഏതാണെന്നറിയണമെങ്കിൽ അതിന് മുകളിലത്തെ വാക്യം വായിക്കണം. 11-ാം വാക്യം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ എന്താണ് ദൈവകൃപ ഇന്ന് നമ്മെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവകൃപ രക്ഷിക്കുന്നതേ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളൂ, അല്ലേ, മനസ്സിലാക്കിയിട്ടുള്ളൂ. കൂടുതലും അതാ പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? ശിക്ഷിച്ച് വളർത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനു വേണ്ടിയാണ് ശിക്ഷിച്ച് വളർത്തുന്നത്? നമ്മൾ നമ്മുടെ ഭക്തികേടും ലോകമോഹങ്ങളും വർജിച്ചിട്ട് ലോകത്തെ സുബോധത്തോടും നീതിയോടും, എന്നൊരുക്കി പറഞ്ഞാൽ യേശു കർത്താവ് ജീവിച്ചതുപോലെയും എന്ത് ചെയ്യണം? ജീവിക്കാൻ വേണ്ടി, ആ ആത്മസ്വഭാവത്തിലേക്ക് വളരാൻ വേണ്ടിയും ലോകമോഹത്തോടും പാപത്തോടും പോരാടാൻ വേണ്ടിയും നമ്മെ എന്ത് ശിക്ഷിച്ച് വളർത്തുന്നു? ദൈവകൃപ ശിക്ഷിച്ച് വളർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവകൃപയുടെ ഒരു ട്രെയിനിങ് പീരീഡാണ് നാം രക്ഷിക്കപ്പെട്ട ശേഷം കർത്താവിൻ്റെ വരവ് വരെയോ മരണം വരെയോ നമുക്ക് ലഭിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ ട്രെയിൻ ചെയ്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ആ തേജസ് പ്രാപിക്കാൻ വേണ്ടി, യേശു കർത്താവിൻ്റെ പ്രത്യക്ഷത പ്രാപിക്കാൻ വേണ്ടി. ഈ ലോകത്ത് നാം അതിനനുസരിച്ച് യേശു കർത്താവിൻ്റെ ആ വിശുദ്ധീകരണം, യേശു കർത്താവിൻ്റെ സ്വഭാവം പ്രാപിച്ചെടുക്കാൻ വേണ്ടി നമ്മെ ശിക്ഷിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ കൃപയെ 2 നിലകളിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ ഒരു സാമാന്യ കൃപയുണ്ട്. ആമേൻ. 2 പറഞ്ഞാൽ ഇതുപോലെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുവിൽ നിന്ന് നിറവായിരിക്കുന്ന ആ കൃപയുണ്ട്. ആമേൻ. എന്താണ് ഈ സാമാന്യ കൃപ എന്ന് പറഞ്ഞാൽ? അത് ലോകത്തെല്ലാ മനുഷ്യർക്കും ദൈവത്തിൻ്റെ സൃഷ്ടികൾ എന്ന നിലയിൽ ദൈവം നൽകുന്ന കൃപയാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ദൈവം നല്ലവരെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ? അല്ല, ദൈവത്തിന് എല്ലാവരോടും എന്തുണ്ട്? കർത്താവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ അവൻ ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും വെയിലും മഴയും എല്ലാം കൊടുക്കുന്നുണ്ട്, ഇല്ലേ? എല്ലാം കൊടുക്കുന്നുണ്ട്. സമ്പത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാത്രമേ ഉള്ള വിദ്യാഭ്യാസം അല്ല. പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ, ലോകകാര്യങ്ങളെല്ലാം ഏറ്റവും കുറഞ്ഞവരാണ് ആര്? നമ്മളെന്ന് പറയുന്നത്. നമ്മളെക്കാൾ കൂടുതൽ ഈ സാമാന്യ കൃപ അനുഭവിക്കുന്ന ആരാ? ലോക മനുഷ്യരാണ്, അല്ലേ? അവർക്കാണ് സമ്പത്ത്, അവർക്കാണ് വിദ്യാഭ്യാസം. ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ഒക്കെ കൂടുതൽ നോക്കിയാൽ എല്ലാവരാണ് ലോക മനുഷ്യരാണ്, അല്ലേ? നമ്മൾ വേണമെങ്കിൽ കരഞ്ഞ് വിളിച്ച് ബഹളം വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചൊക്കെയാണ് നമ്മളിൽ ഒരാളൊരു ഡോക്ടറോ ശാസ്ത്രജ്ഞനോ ഒക്കെ ആകുന്നത്. എന്നാൽ തന്നെ എത്ര പേരുണ്ട്? വളരെ ചുരുക്കമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ ദൈവത്തിനൊരു സാമാന്യ കൃപയുണ്ട്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ദൈവം ലോകത്ത് സൃഷ്ടികളെന്ന നിലയിൽ മനുഷ്യർക്ക് നൽകുന്ന എല്ലാ കൃപയും അതിനകത്തുണ്ട്. പക്ഷെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നൽകുന്ന കൃപയുടെ പേരെന്താണ്? ദൈവത്തിൻ്റെ കൃപയുടെ ധനമാണ് നമുക്ക് നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഇന്ന് പെന്തക്കോസ്തുകാരുടെ ഇടയിലും ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്നത് എന്താണ്? അല്ലെങ്കിൽ വിശ്വാസികളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? സാമാന്യ കൃപയാണ് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ഈ വലിയ ദൈവകൃപയുടെ ധനത്തെ വിട്ട് ആ സാമാന്യ കൃപ എന്ന് പറഞ്ഞാൽ ഭൗതികമായ അനുഗ്രഹങ്ങൾ, അല്ലേ? ഭൗതികമായ നന്മകൾ. അതാണ് എപ്പോഴും നമുക്ക് പ്രസംഗരും അതാ കൊടുക്കുന്നത്. പ്രസംഗരും കൂടുതലും പ്രസംഗിക്കുന്നത് ഇതിനെപ്പറ്റിയാണ്. ഇപ്പോൾ വിടുതൽ, ഇന്ന് വിടുതലൊക്കെ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ അല്ലെങ്കിൽ ഭൗതിക നന്മ, ഉയർച്ച, കാനഡയിൽ പോകുന്നത്, UK പോകുന്നത്, അങ്ങനെ പോകുന്നത്, ഇങ്ങനെ വണ്ടി മേടിക്കുന്നത്, വീട് വെക്കുന്നത്, കടം മാറുന്നത്, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ആർക്കും ഉണ്ട്? ലോകത്തിനുമുണ്ട്. ഈ ആഴ്ച ദൈവം നമ്മെ നടത്തിയെന്ന് നമ്മൾ സാക്ഷ്യം പറയും. ഈ കഴിഞ്ഞ ആഴ്ച കാലം എന്നെ ദൈവം നടത്തി എന്ന് പറയുമ്പം എന്താണ്? അംബാനി നടന്നതിൻ്റെ 10,000-1 നന്നായിട്ട് നമ്മളെ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? അംബാനി പോകുന്നതിൻ്റെ കാറും നമ്മുടെ കാറോടെ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാമാന്യ കൃപ നോക്കിയാൽ ലോകത്തിനാണ് കൂടുതൽ. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന കൃപയെന്ന് പറഞ്ഞാൽ അത് ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന കൃപയല്ല. അത് നമ്മെ യേശു ക്രിസ്തുവിനെ പോലാക്കുന്ന കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ തേജസ് തരുന്ന കൃപയാണ്, ക്രിസ്തുവിൻ്റെ സ്വഭാവം തരുന്ന കൃപയാണ് നമുക്ക് പകരപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നമ്മൾ ഒരു രോഗം വന്നാൽ എന്ത് പ്രാർത്ഥിക്കും? ഇപ്പോൾ സാമാന്യ കൃപയനുസരിച്ച് നമുക്കൊരു രോഗം വന്നാൽ എന്ത് വേണം? സൗഖ്യം വേണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? സൗഖ്യം വേണമെന്നാണ് ആഗ്രഹം. അപ്പം നമ്മളും നമ്മുടെ സഭകളും എന്താ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വാസികളും ആഗ്രഹിക്കുന്നതും നമ്മുടെ പ്രസംഗിക്കുന്നതും എല്ലാം രോഗത്തിന് സൗഖ്യം വേണം, വേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അതുപോലെ ഓരോ കാര്യത്തിനും എന്ത് വേണം? വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെങ്കിൽ ദൈവത്തിന് പ്രൊവൈഡ് ചെയ്യാനുള്ളത് എന്താണ്? ഇപ്പോൾ പൗലോസിനൊരു രോഗം വന്നു. പൗലോസ് എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചു?
കർത്താവ് എൻ്റെ ഈ ഒരു രോഗമാണോ എന്നറിയത്തില്ല, എന്തോ ഒരു ശൂലം എന്തെങ്കിലും ആട്ടെ, 7-8 അഭിപ്രായങ്ങൾ അതിനെ പറ്റിയുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ പൗലോസിൻ്റെ ശരീരത്തിലുള്ള ആ കഷ്ടം വന്നപ്പോൾ പൗലോസ് പ്രാർത്ഥിച്ചത് എങ്ങനെയും ഇതൊന്ന് മാറ്റിത്തരണം. നമ്മൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ കർത്താവ് പറഞ്ഞു എന്താ മാറ്റിത്തരാമെന്നാണ് പറഞ്ഞാൽ ഇല്ല, പകരം എന്ത് തരാം? കൃപ തരാമെന്നാണ് പറഞ്ഞത് അല്ലേ? പ്രൈസ് ലോർഡ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിനും കൊടുക്കുന്നത് എന്താണ്? കൃപയാണ് കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ പൈതൽ ആഗ്രഹിക്കുന്നതും എന്താണ്? കൃപയാണ് ആഗ്രഹിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ ഉള്ളിൽ നിഗളം വന്ന ആ പാപ സ്വഭാവത്തിലേക്ക് പോകാതിരിക്കാൻ അധികം വിശുദ്ധനാക്കേണ്ടതിന് ദൈവം എന്ത് ചെയ്തു? ആ കഷ്ടത അവിടെ വെച്ചു, പകരം അവന് കൃപ കൊടുത്തെന്നാണ് നാം കാണുന്നത്. അപ്പോൾ ഒരു സാമാന്യ കൃപയനുസരിച്ച് നമുക്ക് വേണ്ടത് ഒരു പ്രതിസന്ധിക്ക് വിടുതലാണ്, അല്ലെങ്കിൽ ഒരു രോഗത്തിന് സൗഖ്യമാണ്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഉയർച്ചയാണ് സാമാന്യ കൃപയനുസരിച്ച് വേണ്ടത്. പക്ഷെങ്കിൽ ദൈവ പൈതലിന് വേണ്ടത് സാമാന്യ കൃപയല്ല, അത്യന്ത കൃപയാണ് വേണ്ടത്. പ്രൈസ് ലോർഡ്. അത് ഒരു പക്ഷേ രോഗസൗഖ്യം വന്നെന്ന് വരാം, വന്നില്ലെന്ന് വരാം, പക്ഷെങ്കിൽ ആമേൻ അതിൻ്റെ നടുവിൽ എന്നെ യേശുക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുത്തുന്നൊരു പ്രവൃത്തി, കൃപയുടെ ഒരു ശിക്ഷിച്ച് വളർത്തൽ, കൃപയുടെ ഒരു ട്രെയിനിങ് അവിടെ നടന്നിരിക്കും. അതിനാണ് നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത്. അത് കണ്ടിട്ട് നമ്മൾ പറയണം, ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. പ്രൈസ് ലോർഡ്. അപ്പോൾ ഈ ഒരാഴ്ച മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ രോഗം മാറിയില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടണ്ട. ഈ ഒരാഴ്ച മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ കടഭാരം മാറിയില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടണ്ട. ആമേൻ. ഈ ഒരാഴ്ച മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ കർത്താവ് ഇടപെട്ടില്ല എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ആരും ഭാരപ്പെടണ്ട. ഒരു കാര്യം ഉറപ്പ് വരുത്തിക്കോണം, ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് കൃപ പ്രാപിച്ചെന്ന് ഉറപ്പ് വരുത്തിക്കോണം. ആ പ്രതിസന്ധിയെ നേരിടാനുള്ള ഒരു കൃപ, നാം നിൽക്കുന്ന ഈ കൃപയെന്നാണ് പറയുന്നത്. പ്രൈസ് ലോർഡ്. എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വളരെ തൊട്ടടുത്ത് ആക്സസബിളായിട്ടുണ്ട്. ഏത് സമയത്തും അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെന്ന് തക്ക സമയത്ത് കൃപ പ്രാപിക്കാൻ ആമേൻ അത് നമുക്ക് തുറന്നിട്ടിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ലോകത്തിൽ ATMകളുണ്ട്, എനി ടൈം മണി. എപ്പോൾ ചെന്ന് കാർഡ് ഇട്ടാലും അക്കൗണ്ടിൽ കാശുണ്ടെങ്കിൽ അതും ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. പ്രൈസ് ലോർഡ്. പുതിയ നിയമസഭയ്ക്കുള്ളത് എനി ടൈം മണിയല്ല, ആമേൻ എന്താണുള്ളത്? എനി ടൈം ഗ്രേസ് ആണുള്ളത്. അതുകൊണ്ട് തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് ഏത് സമയത്തും കടന്നു ചെല്ലാൻ ആമേൻ നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം വന്നില്ലെങ്കിലും ആമേൻ എന്ത് ചെയ്യാൻ പറ്റും? കൃപയുടെ ബഹുത്വമോർത്ത് ആരാധിക്കാൻ പറ്റും. പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നില്ലെങ്കിലും കൃപയുടെ ബഹുത്വമോർത്ത് ആരാധിക്കാൻ പറ്റും. രോഗം മാറിയില്ലെങ്കിലും കൃപയുടെ ബഹുത്വമോർത്ത് ആരാധിക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ എല്ലാം നടുവിൽ കൂടെ ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തുന്ന ആ കൃപ എന്നിൽ പകരുന്നുണ്ടെന്ന് ആമേൻ നമ്മുടെ ഹൃദയ കണ്ണുകൊണ്ട് നമ്മൾ കാണണം. പ്രൈസ് ലോർഡ്. മാനുഷിക കണ്ണുകൾക്കൊന്നും കാണാനില്ലായിരിക്കും, പക്ഷേ ഹൃദയ കണ്ണുകൾ കൊണ്ട് കാണണം. ദൈവത്തിൻ്റെ കൃപ എന്നിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തിൻ്റെ കൃപ എന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭക്തികേട് വർജിക്കേണ്ടതിന്, ലോകത്തിൻ്റെ മോഹത്തെ ഞാൻ വർജിക്കേണ്ടതിന്, ഞാൻ ഭക്തിയോടെ ജീവിക്കേണ്ടതിന്, സുബോധത്തോടെ ജീവിക്കേണ്ടതിന്, നീതിയോടെ ജീവിക്കേണ്ടതിന്, യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഞാൻ ഒരുക്കപ്പെടേണ്ടതിന് ദൈവകൃപ എന്നെ വളർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരു ഉത്തമ ബോധ്യത്തിൽ വേണം എല്ലാ ദൈവബദലും ജീവിക്കാൻ. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? രോഗം മാറിയില്ല, നമ്മളിവിടെ ഒന്ന് നിരാശപ്പെട്ടിരിക്കും. കർത്താവേ എൻ്റെ രോഗം മാറിയില്ലല്ലോ എന്നോർത്ത് സ്തുതിക്കാൻ നമുക്കൊന്നും കാണത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ പൈതലിന് ഏതവസ്ഥയിലും കൃപയുടെ ബഹുത്വമോർത്ത് സ്തുതിക്കാനുള്ള കാരണമുണ്ട്. പ്രൈസ് ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഏതാണ്ട് 3/4 മണിക്കൂറിലധികം ഞാൻ എടുത്തെന്ന് തോന്നുന്നു. അത്ര സമയം ദൈവദാസൻ ഉദ്ദേശിച്ചോ എന്ന് എനിക്കറിയത്തില്ല, എന്നോട് കൃത്യസമയം പറഞ്ഞുമില്ല. ഏതായാലും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച് തന്ന ദൈവദാസനും സഭയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നു.